വർഷങ്ങളായി തുടരുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയെന്ന് വിവരം. പലർക്കും ലഭിക്കുന്ന ശമ്പളം കുടുംബത്തിന്റെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമാണ് തികയുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. സർക്കാർ സബ്സിഡികൾ നൽകുന്നുണ്ടെങ്കിലും പണപ്പെരുപ്പം പിടിവിട്ടു കുതിച്ചതോടെ ചെലവുകൾ കൈവിട്ടു പോവുകയാണെന്നും റിപ്പോർട്ടുകൾ. ഇറാനിൽ ശരാശരി ശമ്പളം വാങ്ങുന്ന ഒരു വിവാഹിതന് 3 പേരടങ്ങുന്ന കുടുംബത്തിന്റെ ഭക്ഷണ ചെലവുകൾക്കായി ചെലവിടേണ്ടി വരുന്നത് 78 ലക്ഷം ഇറാനിയൻ റിയാലാണെന്നാണ് കണക്ക്. ഇതോടെ വാടക, ഗതാഗതം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ ചെലവുകൾക്കായി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2026 ഇറാനിലെ സമ്പദ്വ്യവസ്ഥ 6.1% ഇടിയുമെന്നാണ് രാജ്യാന്തര നാണ്യനിധിയുടെ കണക്കുകൂട്ടൽ. 2025 ഇറാനിലെ സാമ്പത്തിക രംഗം ശരാശരി 1.6% ചുരുങ്ങിയിരുന്നു. ഇതിനൊപ്പം വിലക്കയറ്റം വർദ്ധിച്ചതും സ്ഥിതി രൂക്ഷമാക്കി. കഴിഞ്ഞ വർഷം ഉപഭോക്തൃ വിലക്കയറ്റം 50% ഇക്കൊല്ലം 68.9% എത്തിയേക്കും. പല ഭക്ഷണ സാധനങ്ങളുടെയും വിലക്കയറ്റം കുടുംബങ്ങൾക്ക് താങ്ങാനാകാത്ത വിധത്തിലായിട്ടുണ്ട്. ഇറാന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്ററിന്റെ കണക്കുപ്രകാരം ഇറാനിലെ വാർഷിക വിലക്കയറ്റം നിലവിൽ 66%. മുൻ വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് വിലക്കയറ്റം 88%-ലെത്തി. ഭക്ഷണ വിലക്കയറ്റം മുൻ വർഷത്തേക്കാൾ 130% വർദ്ധിച്ചു. മാംസം, പാൽ തുടങ്ങിയവയുടെ വില 180% കൂടി. എന്നാൽ ഔദ്യോഗിക കണക്കുകളേക്കാൾ രൂക്ഷമാണ് വിലക്കയറ്റമെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിലക്കയറ്റം വർഷങ്ങളായി തുടർന്നാൽ സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കുറഞ്ഞ വരുമാനക്കാർക്കും മധ്യവർഗത്തിനും ഇത് മറികടക്കാൻ സാധിച്ചേക്കില്ല. 2018 ആണവ കരാറിൽ നിന്നും US പിന്മാറിയതിനു പിന്നാലെ ഇറാൻ അഭിമുഖീകരിക്കുന്നത് 40-45% വരെ കാർഷിക വിലക്കയറ്റമാണ്. ഈ കാലയളവിൽ സാധാരണക്കാരുടെ വരുമാനം വർദ്ധിച്ചിട്ടില്ല. ഇവരുടെ വാങ്ങൽ ശേഷി വല്ലാതെ കുറയുകയും ചെയ്തു. ഇനി US-ഉമായി സമാധാന കരാറിലെത്തിയാലും വിലക്കയറ്റം ഉടനൊന്നും താഴാൻ സാധ്യതയില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ ഉപരോധങ്ങളെല്ലാം പൂർണ്ണമായും പിൻവലിച്ചാലും വർഷങ്ങളെടുത്താൽ മാത്രമേ ഇറാന് രാജ്യാന്തര വിപണിയിലെ വ്യാപാരം പുനഃസ്ഥാപിക്കാൻ കഴിയൂവെന്നും ഇവർ പറയുന്നു. ഇത് സ്ഥിതി അതിരൂക്ഷമാക്കും.